ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 22/8/2024 ഇന്നലെ നടന്ന PSC പരീക്ഷയുടെ ലാബ് അറ്റൻഡർ PSC പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഹെർമൻ ഗുണ്ടർട്ട് മലയാള രാജ്യം ശരിയാണ്. ഫാദർ ക്ലെമന്റ് സംക്ഷേപ വേദാർത്ഥം ശരിയാണ്. അർണോസ് പാതിരി ക്രിസ്തു സഭാ ചരിത്രം തെറ്റാണ്. പാറമേക്കൽ തോമാ കത്തനാർ വർത്തമാന പുസ്തകം. അപ്പോൾ ഇതിൽ തെറ്റ് ഏതെന്നാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അർണോസ് പാതിരി ക്രിസ്തു സഭ ചരിത്രം. നമുക്ക് ആ ശരിയായിട്ടുള്ളത് കൂടി പഠിച്ചു പോകണം. ഹെർമൻ ഗുണ്ടർട്ട് മലയാള രാജ്യം, ഫാദർ ക്ലെമന്റ് സംക്ഷേപ വേദാർത്ഥം, പാറമേക്കൽ തോമാ കത്തനാർ വർത്തമാന പുസ്തകം. കേട്ടോ, അത് ശരിയായിട്ടുള്ളത് കൂടി പഠിച്ചു പോവുക. രണ്ടാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളവയെ കാലഗണനയനുസരിച്ച് ക്രമപ്പെടുത്തുക. ഗുരുവായൂർ സത്യാഗ്രഹമുണ്ട്, പാലിയം സത്യാഗ്രഹമുണ്ട്, ചന്നാർ കലാപമുണ്ട്, കുട്ടംകുളം സമരമുണ്ട്. ഒന്നാമത്തത് ചന്നാർ ലഹളയാണ് അല്ലേ, ചന്നാർ കലാപമാണ്. ആദ്യമായി നടക്കുന്നത് ചന്നാർ കലാപമാണ്. അത് കഴിഞ്ഞ് ഗുരുവായൂർ സത്യാഗ്രഹം, സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം പാലിയം സത്യാഗ്രഹം, അതേപോലെ തന്നെ കുട്ടംകുളം സമരം. അങ്ങനെയാണ് അതിൻ്റെ ഓർഡർ പോകുന്നത്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. 1857 കലാപം, അതിൽ നേതാക്കളെയുമാണ് കൊടുത്തേക്കുന്നത്. ബറേലി എങ്ങോട്ടാണ് പോകുന്നത്? ഖാൻ ബഹദൂർ. ബറൌട്ട് പർഗാന എങ്ങോട്ടാണ്? ഷാമാൽ. ഫൈസാബാദ് ആരാണ്? ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ബീഹാർ കൻവർ സിംഗ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ, ഓപ്ഷൻ എ ആണ് ആൻസർ. നാലാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏത്? ഓപ്ഷൻ സി ബെൽഗാം സമ്മേളനം 1924. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അഞ്ചാമത്തെ ചോദ്യമാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഈ മുദ്രാവാക്യം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് കേട്ടോ, ഓപ്ഷൻ ഡി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ആറാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ നഗരം ഏതാണ്? ഓപ്ഷൻ ബി കോഴിക്കോട് കേട്ടോ, കോഴിക്കോട്. ഏഴാമത്തെ ചോദ്യം, ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക. സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. ഭൂഗർഭജലം, പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം എന്നീ വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്നു. സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് 900 കിലോമീറ്റർ ഉയരത്തിലാണ്. വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നു. ഇതിൽ ശരിയായിട്ടുള്ളത് 1ഉം 4ഉമാണ് കേട്ടോ, 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. എട്ടാമത്തെ ചോദ്യം നോക്കാം. ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ എ ആണ് ആൻസർ, മാനസ് സുബൻസിരി കേട്ടോ, മാനസ് സുബൻസിരി ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ് എന്ന് ഓർത്തിരിക്കുക. ഒൻപതാമത്തെ ചോദ്യം, ഭവാനി പുഴയിൽ എത്തിച്ചേരുന്ന കൊടുങ്ങരപ്പളം പുഴ ഒഴുകുന്ന പ്രദേശം ഏതാണ്? ഓപ്ഷൻ സി അട്ടപ്പാടിയാണ് കേട്ടോ, അട്ടപ്പാടിയാണ് ഒൻപതാമത്തതിൻ്റെ ആൻസർ. കൊടുങ്ങരപ്പള്ളം പുഴ എവിടെയാണ്? ഭവാനി പുഴയിൽ എത്തിച്ചേരുന്ന കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന പ്രദേശം ഏതാണ്? അട്ടപ്പാടിയാണെന്ന് ഓർത്തിരിക്കുക. പത്താമത്തെ ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ക്യുമുലസ് മേഘങ്ങളുടെ പ്രത്യേകത കണ്ടെത്തുക. താഴ്ന്ന വിതാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്നു. തെളിഞ്ഞ അന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു. സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. ഇതിൽ മൂന്നാമത്തത്, തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു. ഇതാണ് അതിൻ്റെ പ്രത്യേകത. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 11ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലമാണ് ഭുവൻ ഹസാരിക സേതു കേട്ടോ, ഭുവൻ ഹസാരിക സേതു. ഓപ്ഷൻ എ ആണ് ആൻസർ. 12ാമത്തെ ചോദ്യം, ചുഴലിക്കാറ്റുകളും പേര് നൽകിയ രാജ്യങ്ങളും ശരിയായ ജോഡി കണ്ടെത്തുക. താനെ നിഷെ മ്യാൻമാർ തെറ്റാണ്. രശ്മി മാല ശ്രീലങ്ക, അതാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. രശ്മി മാല എന്നീ പേരുകൾ നൽകിയ രാജ്യം ഏതാണ്? ശ്രീലങ്കയാണ് കേട്ടോ, ശ്രീലങ്ക. ഓപ്ഷൻ ബി ആണ് ആൻസർ. 13ാമത്തെ ചോദ്യം, 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ദേശവൽക്കരണം. ഇതിലേതൊക്കെയുണ്ട്? 1ഉം 2ഉം കേട്ടോ. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം.
ഓപ്ഷൻ സി ആണ് ആൻസർ. 14ാമത്തെ ചോദ്യം, നബാർഡ് സ്ഥാപിതമായ വർഷമെന്ന്? 1982. ഓപ്ഷൻ എ ആണ് ആൻസർ. 15ാമത്തെ ചോദ്യം, ഹരിത വിപ്ലവത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? കർഷകരുടെ കുടിയേറ്റമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. കർഷകരുടെ കുടിയേറ്റം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 16ാമത്തെ ചോദ്യം, കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ജാർഖണ്ഡ്. ഓപ്ഷൻ ഡി ജാർഖണ്ഡ്. 17ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 18ാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആര്? പങ്കജ് ചൗധരി കേട്ടോ. ഓപ്ഷൻ ബി പങ്കജ് ചൗധരിയാണ്. 19ാമത്തെ ചോദ്യം നോക്കാം. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേര് എന്താണ്? നിഫ്റ്റി കേട്ടോ. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേരെന്താണ്? നിഫ്റ്റി. ഓപ്ഷൻ സി ആണ് ആൻസർ. 20ാമത്തെ ചോദ്യം, താഴെ പറയുന്ന അവകാശങ്ങളിൽ കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശം ഏത്? സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം കേട്ടോ. ഓപ്ഷൻ ഡി ആണ് അതിൽ ആൻസറായിട്ട് കൊടുക്കുന്നത് കേട്ടോ. സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 21ാമത്തെ ചോദ്യം നോക്കാം. നിയമനിർമ്മാണത്തിനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്കും ലോകസഭയ്ക്കും തുല്യ അധികാരമാണ്. ധനകാര്യ ബില്ലുകൾ ആരംഭിക്കുന്നത് രാജ്യസഭയായിരിക്കും. അത് തെറ്റാണ്. നിയമനിർമ്മാണത്തിൽ രാഷ്ട്രപതിക്ക് പരിമിതമായ വീറ്റോ അധികാരമുണ്ട്. അതാണ് ശരിയാണ്. അപ്പോൾ 1ഉം 3ഉം മാത്രമാണ് ഇതിൽ ശരിയായി വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. 22ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്ന സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല സമ്പ്രദായം ബൈക്യാമറലിസം നിലനിൽക്കുന്ന സംസ്ഥാനം ഏത്? കർണാടകയാണ്. ഓപ്ഷൻ എ കർണാടക. 23ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച എന്ന ആശയം ഏത് വിദേശ ഭരണഘടന സ്വാധീനത്താൽ ഉൾപ്പെടുത്തിയതാണ്? ബ്രിട്ടൻ. നിയമവാഴ്ച ബ്രിട്ടൻ. ഓപ്ഷൻ സി ആണ് ആൻസർ. 24ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ ഭരണഘടനാപരമായി അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ രാഷ്ട്രപതി ഉത്തരവ് നൽകുന്നു. സുപ്രീം കോടതി വിചാരണയെ തുടർന്ന് അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നു. പാർലമെൻറ്റിൻ്റെ 2/3 ഭൂരിപക്ഷ പ്രമേയം ആവശ്യമാണ്. ഇതിൽ 1ഉം 3ഉം മാത്രമാണ് ശരിയായത് കേട്ടോ. 1ഉം 3ഉം മാത്രമാണ് ശരിയായത് കേട്ടോ. ഇലക്ഷൻ കമ്മീഷനെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് 1ഉം 3ഉമാണ് ശരിയായി വരുന്നത് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. 25ാമത്തെ ചോദ്യം, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് CRPCക്ക് പകരം വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം ഏത്? ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. CRPCക്ക് പകരം നിലവിൽ വന്നതാണ് കേട്ടോ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത. 26ാമത്തെ ചോദ്യം നോക്കാം. നാറ്റോ സൈനിക സഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറൽ ആരാണ്? ജെൻസ് സ്റ്റോൾട്ടൻബർഗ് കേട്ടോ. ജെൻസ് സ്റ്റോൾട്ടൻബർഗ് ആണ് നാറ്റോ സൈനിക സഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറൽ. 27ാമത്തെ ചോദ്യം, താഴെ പറയുന്ന 2 പ്രസ്താവനകൾ പരിഗണിക്കുക. കേരള ഭൂപരിഷ്കരണ നിയമം പാസാക്കിയപ്പോൾ മുഖ്യമന്ത്രി സി പട്ടം താണുപിള്ളയായിരുന്നു. 1963 കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ ഭൂവുടമസ്ഥതയിൽ പരിധി നിശ്ചയിക്കൽ, മിച്ചഭൂമികൾ നൽകൽ, കുടിയാനാധാരം നിർത്തലാക്കൽ, കൃഷി ചെയ്യുന്ന കുടിയാന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകൽ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. ഇതിൽ 1 തെറ്റാണ്, 2 ശരിയാണ് കേട്ടോ. 1ാമത്തത് തെറ്റാണ്, 2ാമത്തെന്താണ് ശരിയാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ചിട്ട് അതിൽ 1ാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റാണ്. 2ാമത്തെന്താണ് ശരിയാണ്. അതായത് കേരള ഭൂപരിഷ്കരണ നിയമം പാസാക്കിയപ്പോൾ മുഖ്യമന്ത്രി പട്ടം താണുപിള്ള അല്ലായിരുന്നു കേട്ടോ. അത് നിലവിൽ വരുന്ന അച്യുതമേനോനായിരുന്നു. 2ാമത്തത് 1963 കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ ഭൂവുടമസ്ഥതയിൽ പരിധി നിശ്ചയിക്കൽ, മിച്ചഭൂമികൾ നൽകൽ, കുടിയാനാധാരം നിർത്തലാക്കൽ, കൃഷി ചെയ്യുന്ന കുടിയാന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകൽ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. അത് ശരിയാണ്. അപ്പോൾ 1 തെറ്റ്, 2 ശരി. 28ാമത്തെ ചോദ്യം, കാലക്രമത്തിൽ എഴുതുക. ആദ്യം വരുന്നത് പദ്ധതിയാണ് കേട്ടോ, IRDP ആണ്. അടുത്തത് ജവഹർ റോസ്ഗാർ യോജനയാണ്. അത് കഴിഞ്ഞ് വരുന്നത് SGRY ആണ്. അത് കഴിഞ്ഞ് MGN മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം അതിൻ്റെ സ്കീമാണ്. അത്
ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ആദ്യം വരുന്നു IRDP, അത് കഴിഞ്ഞിട്ട് എന്ത് വരുന്നു? JRY വരുന്നു, SGRY, അത് കഴിഞ്ഞിട്ട് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം, 29ാമത്തെ ചോദ്യം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് കേട്ടോ, ഈ തണ്ണീർത്തട സംരക്ഷണ നിയമം. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. നെൽവയൽ എന്നതിൽ ചിറകളും ചാലുകളും കുളങ്ങളും കൈത്തോടുകളും ഉൾപ്പെടുന്നു. ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണ്. പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ കാലാവധി രൂപീകരണ തീയതി മുതൽ 5 വർഷമായിരിക്കും. പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ കൺവീനർ വില്ലേജ് ഓഫീസറാണ്. തെറ്റായ പ്രസ്താവന എന്ന് പറഞ്ഞാൽ 3ഉം 4ഉമാണ് കേട്ടോ. 3ഉം 4ഉമാണ് തെറ്റായ പ്രസ്താവനകൾ. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. 30ാമത്തെ ചോദ്യം നോക്കാം. ഭരണഘടനാ അനുച്ഛേദവും അനുബന്ധ കമ്മീഷനും കണ്ടെത്തുക. ഇതിൽ ആർട്ടിക്കിൾ 315 സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ, അതേപോലെ തന്നെ അനുച്ഛേദം 243 സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അനുച്ഛേദം 243 സംസ്ഥാന ധനകാര്യ കമ്മീഷൻ, അനുച്ഛേദം 338 ദേശീയ പട്ടികജാതി കമ്മീഷൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 31ാമത്തെ ചോദ്യം. വനിതാ ശിശുക്ഷേമ വകുപ്പ് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായും ക്ഷേമത്തിനായി നടപ്പിലാക്കിയ പദ്ധതികൾ കണ്ടെത്തുക. അഭയകിരണം, മംഗല്യ, ആശ്വാസനിധി, സഹായഹസ്തം. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം ശരിയാണ് കേട്ടോ. 32ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ് കേട്ടോ. കേരളം. ഓപ്ഷൻ ബി കേരളം. കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. ഓപ്ഷൻ എ നവജീവൻ. 34ാമത്തെ ചോദ്യം. ഏത് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ ഉറക്ക രീതികളെ നിയന്ത്രിക്കുന്നത്? ഇത് ബോഡി ക്ലോക്ക് എന്നറിയപ്പെടുന്നു. പീനിയൽ ഗ്രന്ഥിയാണ് കേട്ടോ. ഓപ്ഷൻ ബി പീനിയൽ ഗ്രന്ഥി. 35ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് നിയാസിൻ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് നിയാസിൻ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ. 36. ചിക്കൻ പോക്സ് വൈറസിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? വാരിസെല്ല സോസ്റ്റർ കേട്ടോ. വാരിസെല്ല സോസ്റ്റർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 37. ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രധാന പ്രവർത്തനം എന്താണ്? ഊർജം നൽകുക. ഓപ്ഷൻ എ ഊർജം നൽകുക. 38ാമത്തെ ചോദ്യം. 3R തത്വത്തിൻ്റെ ശരിയായ ക്രമം ഏതാണ്? കുറയ്ക്കുക, വീണ്ടും ഉപയോഗിക്കുക, റീസൈക്കിൾ ചെയ്യുക കേട്ടോ. 3R തത്വത്തിൻ്റെ ശരിയായ ക്രമം എന്താണ്? കുറയ്ക്കുക, വീണ്ടും ഉപയോഗിക്കുക, റീസൈക്കിൾ ചെയ്യുക. ഓപ്ഷൻ സി ആണ് ആൻസർ. 39ാമത്തെ ചോദ്യം. എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലാസ്റ്റിക് ടിഷ്യൂ ഡാഷാണ് ലിഗമെൻറ്റുകൾ കേട്ടോ. ഓപ്ഷൻ ഡി ലിഗമെൻറ്റുകൾ. 40ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ അനിയന്ത്രിതമായ കോശ വളർച്ച മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ എ ക്യാൻസർ കേട്ടോ. ക്യാൻസർ. 41ാമത്തെ ചോദ്യം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് പ്രയോജനം നേടാൻ യോഗ്യരായവർ താഴെ പറയുന്നവരിൽ ആരാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ഏതെങ്കിലും ഗ്രാമീണ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. 42ാമത്തെ ചോദ്യം. ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിൻ്റെ കൂടിയ വില അനുഭവപ്പെടുന്നത് എവിടെയാണ്? ധ്രുവങ്ങളിലാണ് കേട്ടോ. ധ്രുവങ്ങളിൽ. ഓപ്ഷൻ ബി ധ്രുവങ്ങളിൽ. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏത്? വികിരണം. ഓപ്ഷൻ എ വികിരണം. 44ാമത്തെ ചോദ്യം. മനുഷ്യൻ്റെ ശ്രവണ പരിധി 20 ഹെർട്സ് ടു 20,000 ഹെർട്സ്. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. 45ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ 3ാമത് ചന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന്? ഞാൻ തെറ്റായി മാർക്ക് ചെയ്താണ്, മാറിപ്പോയതാണ്. 2023 ജൂലൈ 14 ഓപ്ഷൻ ബി ആണ് കേട്ടോ ആൻസർ. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ബി ആണ്, മറന്നു പോരുത്. മാർക്ക് ചെയ്തപ്പോൾ മാറിപ്പോയതാണ്, ക്ഷമിക്കുക. 46ാമത്തെ ചോദ്യം. ബഹിരാകാശത്ത് കൂടുതൽ സമയം ചെലവഴിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരാ? സുനിത വില്യംസ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി സുനിത വില്യംസ്. 47ാമത്തെ ചോദ്യം. ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാക്കുന്ന വാതകം ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഓപ്ഷൻ ഡി ക്ലോറോ ഫ്ലൂറോ കാർബൺ.
48ാമത്തെ ചോദ്യം STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെയും ഒരു മോളിന് ഉണ്ടായിരിക്കേണ്ട വ്യാപ്തം 22.4 ലിറ്റർ കേട്ടോ. 22.4 L കേട്ടോ. 49ാമത്തെ ചോദ്യം വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നമുക്കറിയാം മൈക്കൽ ഫാരഡേ. ഓപ്ഷൻ ബി മൈക്കൽ ഫാരഡേ. 50ാമത്തെ ചോദ്യം പുതുതായി കണ്ടുപിടിച്ച അറ്റോമിക് നമ്പർ 118 മൂലകത്തിൻ്റെ പേര് ഒഗനേസൺ കേട്ടോ. ഒഗനേസൺ. ഓപ്ഷൻ എ ഒഗനേസൺ. 51ാമത്തെ ചോദ്യം ആറ്റം എന്ന പദം നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഡെമോക്രിറ്റസ് കേട്ടോ. ഓപ്ഷൻ സി ഡെമോക്രിറ്റസ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 52ാമത്തെ ചോദ്യം കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസിക ഏത്? ഓപ്ഷൻ എ കേളി കേട്ടോ. കേളിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 53ാമത്തെ ചോദ്യം കുമാരനാശാന്റെ പേരുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തോന്നയ്ക്കൽ. ഓപ്ഷൻ ബി തോന്നയ്ക്കൽ. 54ാമത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസനാവികൃതി ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്? ഓപ്ഷൻ ബി വിദ്യാവിനോദിനി. ഓപ്ഷൻ ബി വിദ്യാവിനോദിനി. 55ാമത്തെ ചോദ്യം വയനാട് ദേശം പശ്ചാത്തലമായി വരുന്ന ഷീല ടോമിയുടെ നോവൽ ഏത്? ഓപ്ഷൻ സി വല്ലി കേട്ടോ. ഓപ്ഷൻ സി വല്ലി. 56ാമത്തെ ചോദ്യം ഭാർഗവീ നിലയം എന്ന മലയാള സിനിമയ്ക്ക് ആധാരമായ ചെറുകഥയുടെ പേര്? ഓപ്ഷൻ ബി നീലവെളിച്ചം കേട്ടോ. നീലവെളിച്ചം. 57ാമത്തെ ചോദ്യം താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക്. ശരിയാണ്. ഒളിമ്പിക്സ് സെമി ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിതയാണ് ഷൈനി വിൽസൺ. PT ഉഷയാണ് ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത. ഇത് മൂന്നും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 58ാമത്തെ ചോദ്യം താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയാണ് അർജുന അവാർഡ്. തെറ്റ്. 2023 അർജുന അവാർഡ് ലഭിച്ച ലോങ് ജമ്പ് താരമാണ് മുരളി ശ്രീശങ്കർ കേട്ടോ. മുരളി ശ്രീശങ്കർ. 2023 അർജുന അവാർഡ് ലഭിച്ച ക്രിക്കറ്റ് താരമാണ് മുഹമ്മദ് ഷമി. ശരിയായതെന്ന് പറഞ്ഞാൽ 2ഉം 3ഉം മാത്രമാണ് കേട്ടോ. 2ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന എന്ന് പറഞ്ഞാൽ. 59ാമത്തെ ചോദ്യം കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? പ്ലോട്ടർ കേട്ടോ. പ്ലോട്ടറാണ് ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ സി ആണ് ആൻസർ. 60ാമത്തെ ചോദ്യം GPS-ന്റെ പൂർണ്ണരൂപം? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഓപ്ഷൻ ഡി ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റമാണ് GPS-ന്റെ പൂർണ്ണരൂപം. ഇതാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 61ാമത്തെ ചോദ്യം വെബ് ബ്രൗസറിന് ഉദാഹരണം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി കുക്കി കേട്ടോ. കുക്കി. ഓപ്ഷൻ ഡി കുക്കി. മൈക്രോസോഫ്റ്റിൻ്റെ പുതിയ AI സംവിധാനം കോംപൈലറ്റ് കേട്ടോ. കോപൈലറ്റ് ആണ്. ഓപ്ഷൻ ബി കോപൈലറ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 63 താഴെ പറയുന്നവയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പൊതുവായ ഭാഷ ഏതാണ്? ഓപ്ഷൻ എ പൈത്തൺ കേട്ടോ. പൈത്തൺ. 64ാമത്തെ ചോദ്യം ഒരു വ്യക്തിക്ക് വിവരാവകാശ നിയമം 2005 പ്രകാരം തൊഴിലിടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ വിവരം ലഭിക്കണമെങ്കിൽ ആരെയാണ് സമീപിക്കേണ്ടത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെയാണ്. ഓപ്ഷൻ ബി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. അടുത്ത ചോദ്യം 65 2012 പോക്സോ നിയമം ബാധകമാകുന്നത് ഇന്ത്യ മുഴുവൻ ഇപ്പോൾ ബാധകമാണെന്ന് പോക്സോ നിയമം. ഓപ്ഷൻ എ ആണ് ആൻസർ. 66ാമത്തെ ചോദ്യം കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ഒരു കാര്യം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? റിപ്പോർട്ട് ലഭിച്ച 24 മണിക്കൂറിനകം എന്ത് ചെയ്യണം? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പോലീസ് അത് റിപ്പോർട്ട് ചെയ്യണം. ഓപ്ഷൻ ബി ആണ് ആൻസർ. 67ാമത്തെ ചോദ്യം ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലനിൽക്കുന്നത്? യുനിസെഫ് ആണ്. ഓപ്ഷൻ സി യുനിസെഫ്. 69ാമത്തെ ചോദ്യം ഗാർഹിക പീഡന നിയമം 2005 ഗാർഹിക പീഡനം എന്നാൽ എന്താണ്? സാമ്പത്തിക ദുരുപയോഗം, ശാരീരികമായി ബുദ്ധിമുട്ടിക്കുക, ലൈംഗികമായി ബുദ്ധിമുട്ടിക്കുക. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇത് മൂന്നും ശരിയാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. എയും ബിയും സിയും എന്താണ്? ശരിയാണ്. 69ാമത്തെ ചോദ്യം ഗാർഹിക പീഡന നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടാത്തത്? തൊഴിലിടത്ത് വെച്ചുണ്ടാകുന്നതൊന്നും എന്തല്ല ഗാർഹിക പീഡനമല്ല, അത് വേറെയാണ്.
70ാമത്തെ ചോദ്യം, ഏത് വർഷമാണ് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം നിലവിൽ വന്നത്? ഇത് നിലവിൽ വന്നത് 1990 ജനുവരി 30-നാണ്. പക്ഷേ ഇവിടെ ആൻസർ ഇല്ല. ഇവിടെ കൊടുത്ത ആൻസർ 1989 മിക്കവാറും ഇത് ക്യാൻസൽ ആക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്